പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, അഭിമന്യ ജേക്കബ് തുങ്കുഴി പിതാവ് തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെട്ട കാര്യം നമുക്ക് അറിയാമല്ലോ. പിതാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. തുങ്കുഴി പിതാവ് എനിക്ക് തിരുപ്പട്ടം നൽകിയ കറോയപ്പട്ടം, ബഹുപുതിയാക്കോന, ശംശാന, തിരുപ്പട്ടം, ഈ 4 പട്ടങ്ങളും എനിക്ക് നൽകിയത് അഭിമന്യ തുങ്കുഴി പിതാവാണ്. തുങ്കുഴി പിതാവിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇന്ന് നാം ധ്യാനിക്കുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകത്തിലെ ദൈവദാസനായ ഹെനോക്കിനെ കുറിച്ചാണ്. അവിടെ വചനം പറയാണ്, ഹെനോക്ക് ദൈവത്തിന് പ്രിയങ്കരനായി ജീവിച്ചു, പിന്നെ അവനെ കണ്ടിട്ടില്ല, ദൈവം അവനെ എടുത്തു. പ്രിയ സഹോദരങ്ങളെ, ശരിക്കും തുങ്കുഴി പിതാവിനെ കുറിച്ച് പറയുമ്പോൾ തമ്പുരാൻ എടുത്തതുപോലെ തന്നെയാണ്. കാരണം ഞാൻ ഈ നാളുകളിലെ പിതാവിനെ കാണുമ്പോഴും പിതാവിനോട് ആരൊക്കെ പിതാവിനെ പരിചയപ്പെട്ടിട്ടുണ്ടോ അവരൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്. പിതാവിൻ്റെ അടുത്ത് കുറച്ച് നേരം സംസാരിക്കുമ്പോൾ ഒരു ദൈവീക സാന്നിധ്യം, ദൈവത്തിന് പ്രിയപ്പെട്ട ഒരു മകൻ്റെ, ദൈവത്തിന് പ്രിയപ്പെട്ട ഒരു അഭിഷിക്തൻ, ആ ഒരു ഫീല് അനേകർ ആരൊക്കെ പിതാവിനെ പരിചയപ്പെട്ടിട്ടുണ്ടോ അവരുടെയൊക്കെ ശരിക്കും ഉള്ളു തുറന്നവർ സംസാരിക്കുമ്പോൾ പിതാവിൻ്റെ ചെറിയൊരു ശബ്ദമാണ് പിതാവിൻ്റെ, പക്ഷെ പിതാവിൻ്റെ ആ സാന്നിധ്യം തന്നെ അതൊരു ഡിവൈൻ പ്രസൻസിലേക്ക് ഞങ്ങൾ രൂപാന്തരപ്പെടുത്തുന്നു എന്ന് അനേകരെ അച്ഛനോട് പറഞ്ഞ കാര്യം ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലും ദൈവത്തിന് പ്രിയങ്കരനായി ജീവിച്ച ഹെനോക്ക്, ദൈവത്തിന് പ്രിയങ്കരനായി ജീവിച്ച നമ്മുടെ തുങ്കുഴി പിതാവ്, പ്രിയ സഹോദരങ്ങളെ, ഇതുപോലെയുള്ളൊരു വിളിയാണ്, ദൈവത്തിന് പ്രിയങ്കരനായി ജീവിക്കാനുള്ള വിളിയാണ് നാം ഓരോരുത്തരുടെയും. എത്ര പ്രക്ഷുബ്ധമായ അവസ്ഥയിലാണെങ്കിലും ശാന്തതയോടുകൂടി, ശാന്തഗംഭീരമായിട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അതിനെ നേരിടുന്ന അഭിമന്യ തുങ്കുഴി പിതാവ് നമ്മുടെ ജീവിതത്തിലും സഹോദരങ്ങളെ, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർക്ക് ദൈവം നൽകുന്ന ഒരു ഗിഫ്റ്റാണ് ഈ ഒരു ദൈവിക ശാന്തത എന്നത്. നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഇന്നേ ദിനത്തിലെ അഭിമന്യ തുങ്കുഴി പിതാവിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം, ദൈവമേ, ദൈവത്തിന് പ്രിയങ്കരൻ, ലോകത്തിന് പ്രിയപ്പെട്ടവരല്ല, ദൈവത്തിന് പ്രിയങ്കരനായി ജീവിക്കാൻ വേണ്ട ഒരഭിഷേകം കർത്താവേ എനിക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ, ഇത് കാണുന്ന ഓരോ മകളുടെ ജീവിതത്തിൽ ദൈവത്തിന്, സ്വർഗത്തിന് പ്രിയങ്കരനായി ജീവിക്കാൻ വേണ്ട കൃപ, അഭിഷേകം നൽകണമേ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.